അപ്പോൾ നമ്മുടെ ഇന്ന് കഴിഞ്ഞിട്ടുള്ള BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI പോസ്റ്റിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുവരെ ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്നും ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി പാസ്സായിട്ടുള്ളൊരു സുഹൃത്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ ഇടാൻ വേണ്ടി എളുപ്പത്തിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പോയിന്റ് കാണാൻ സാധിക്കും. 5 മണിക്ക് തന്നെ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ID വെരിഫിക്കേഷൻ നടത്തും. പിന്നീട് ഉള്ളിലേക്ക് നമ്മളെ കയറ്റിയിട്ട് കാൻഡിഡേറ്റിന് ഒരു ഫോം നൽകപ്പെടും. അത് ഫില്ല് ചെയ്യുകയാണ് വേണ്ടതെന്ന് ഇവിടെ പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ചെസ്റ്റ് നമ്പർ തരും. നമുക്ക് ചെസ്റ്റ് നമ്പർ തരും. ആ ഒരു നമ്പർ കഴിഞ്ഞാൽ നമുക്ക് RFID ചിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് തരും. അത് കഴിഞ്ഞിട്ട് 2 കാലിലും ചിപ്പ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. 2 കാലിലും നമുക്ക് ചിപ്പ് ഘടിപ്പിച്ച് തരുന്നതായിരിക്കും. അതായത് ഫിറ്റ് ചെയ്ത് കെട്ടിത്തരുന്നതായിരിക്കും. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കൊണ്ടുപോയി നിർത്തും. ഓടാനായിട്ട് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുപോയി നിർത്തും. ഞങ്ങൾക്ക് 6 മണി കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടം 6 മണി കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 5 മണി മുതൽ തന്നെ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ റണ്ണിങ് ക്വാളിഫൈ ആയവരെ PSTക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന് കൊണ്ടുപോകുമെന്നും പറയുന്നുണ്ട്. അതായത് ഓട്ടം പാസ്സായിട്ടുള്ളവരെ മാത്രമാണ് നമുക്ക് ഉയരം അളക്കാനും നെഞ്ചളവെടുക്കാനൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ചെസ്റ്റ് മിഷ്യൻ വെച്ചാൽ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മിഷ്യനിലായിരിക്കും ഇനി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം കൃത്യമായിട്ടുള്ള സമയവും ആക്യുറേറ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ട്, അതായത് ചെസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഓട്ടോ സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മിനിറ്റിന് മുമ്പോട്ടോ 1 മിനിറ്റ് പുറകോട്ടോ ഒരിക്കലും ആയി പോകത്തില്ല. കൃത്യസമയത്ത് തന്നെ നമുക്ക് ഓട്ടം ഫിനിഷ് ചെയ്യാനും ബാക്കിയുള്ള ചെസ്റ്റ് മെഷർമെൻ്റ് ആണെങ്കിലും കാര്യങ്ങളായാലും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വരുന്ന എല്ലാ CAPFൻ്റെ റാലികളും ഈ ഒരു മെത്തേഡിൽ നടത്തുമെന്ന് നമ്മൾ മുൻപേ കഴിഞ്ഞ വർഷമേ ഇതിൻ്റെ അപ്ഡേറ്റ് ലഭിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇത് നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടത്തിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. 1600 ആൺകുട്ടികൾക്ക് ഓടേണ്ടത്. പെൺകുട്ടികളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1600 ഓടേണ്ടത് 800 മീറ്റർ റോഡിലൂടെയാണ് ഓടുന്നത്. റോഡിലൂടെ നിങ്ങൾ ആദ്യം 800 മീറ്റർ നേരെ സ്ട്രെയിറ്റ് ഓടുന്നു. അവിടെ നിന്ന് ഒരു ടോക്കൺ വാങ്ങി തിരിച്ച് ആ ഓടിയിട്ടുള്ള ഡിസ്റ്റൻസ് തിരിച്ച് ബാക്കിലേക്ക് റൺ ചെയ്യുന്നു. അങ്ങനെയാണ് ഓട്ടം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിൻ്റെ റിവ്യൂ ആണ്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് പേര് കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ബ്രോ, ഞാനിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ CRPF പള്ളിപ്പുറം ക്യാമ്പിൻ്റെ അവിടുത്തെ കുറച്ച് ബോയ്സിൻ്റെ റിവ്യൂ എടുത്തായിരുന്നു. അപ്പം അവർ പറയുന്നത് റോഡിലാണ് ഓട്ടിക്കുന്നത്. 800 മീറ്റർ അങ്ങോട്ടും 800 മീറ്റർ ഇങ്ങോട്ടും 8 16 അങ്ങനെയാണ് 1600 മീറ്റർ അവർ റൺ ചെയ്യിപ്പിക്കുന്നത്. മാക്സിമം നല്ലോണം ഓടിക്കഴിഞ്ഞാൽ കിട്ടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. TA റാലിക്ക് പോയതുപോലെ അത്ര ടഫല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് കാലിൻ്റെ അവിടെ ഒരു ചിപ്പ് വെച്ചിട്ടാണ് ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിലാണ് മിനിറ്റ് അറിയുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റ് 6.5 മിനിറ്റ് തന്നെ നമുക്ക്, അതായത് 6:30 മിനിറ്റ് തന്നെ 6 മിനിറ്റ് 30 സെക്കൻഡ് കറക്റ്റായിട്ട് നമുക്ക് ഓടാനായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഇവിടെ പാസ്സായിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. കറക്റ്റ് ടൈം കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് മറ്റ് യൂട്യൂബ് ചാനലൊക്കെ പറയുന്നത് ഫേക്കായിട്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവരെന്തെങ്കിലും ഗസ്റ്റിൻ്റെ പുറത്ത് പറഞ്ഞായിരിക്കും. ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആരും പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഓടാനോ ബെറ്ററായിട്ട് ഓടാനായിട്ടോ പറഞ്ഞതായിരിക്കാം. അപ്പോൾ എന്തായാലും നല്ലതുപോലെ തന്നെ ഓടുക. ഓട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയ സമയ വ്യത്യാസമൊക്കെ ഗ്രൗണ്ടിൽ ഓടുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എത്തുമ്പം കവറായി പോകുന്നത് പോലെ പലർക്കും തോന്നിയിട്ടുണ്ട്. 7 മിനിറ്റ് 7.5 മിനിറ്റിലൊക്കെ ഓടി തീർന്നവർക്ക് 6 മിനിറ്റിലൊക്കെ ഓടി തീർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് നമുക്കൊരു ആവേശം കയറി തന്നെ ചെയ്യും. നല്ല എനർജിക്കായിട്ട് നല്ല പവർഫുള്ളായിട്ട് ഓടാനുള്ളൊരു മെൻറ്റാലിറ്റി വരും. അപ്പോൾ അങ്ങനെ പലരും പാസ്സായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് നല്ല സമയം, കൃത്യമായിട്ടുള്ള സമയം ചിപ്പ് വെച്ച് ഓടിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് സമയം ഓരോ വ്യക്തിക്കും നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമയത്തിനോർത്ത് പേടിക്കേണ്ട. നല്ലതുപോലെ നിങ്ങൾ ഓടിയാൽ മാത്രം മതി. 800 മീറ്റർ ആയിട്ടാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. 800 ആയിട്ട് ആദ്യം അങ്ങോട്ട് പോകും, അവിടെ നിന്നൊരു ടോക്കൺ വാങ്ങി തിരിച്ച് വരും. ഈ ഒരു രീതിയിലാണ് ഓട്ടം നടക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് സമയവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. മിഷൻ ബേസ്ഡ് ആയിട്ടാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഓടിക്കയറുക, നല്ല രീതിയിൽ തന്നെ ഓടുക. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിനെ പറ്റി വാട്സപ്പ് ചാനലിലായാലും ആദ്യം നമ്മൾ യൂട്യൂബിലൂടെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആധാർ കാർഡ്, അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഒരു ഫോട്ടോ ID കാർഡ് കൂടി കൊണ്ടുപോകണം. അതേതായാലും പ്രശ്നമില്ല, ഒരു ഫോട്ടോ ID കാർഡ്. ആ ഫോട്ടോ ID കാർഡിലും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും ഡീറ്റെയിൽസ് സെയിം ആയിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 ഫോട്ടോ കൊണ്ടുപോകണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തായാലും മാക്സിമം ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.